മിന്നാമിന്നിയും മഹത്തായ വിപ്ലവവും. കടുവയുടെ വരയൻ കുഞ്ഞായ കുറുമ്പൻ പൂച്ച പുഴയോരത്ത് ഒരു മിന്നുന്ന വസ്തു കണ്ടു. അവന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. കണ്ടോ, വനത്തിലെ നഷ്ടപ്പെട്ട വെളിച്ചം! അവൻ ആവേശം പൂണ്ടു. മരത്തിന്റെ വേരുകൾക്കിടയിലെ തന്റെ സുഖകരമായ മയക്കത്തിൽ നിന്ന് കുഴിയൻ പട്ടി തല ഉയർത്തി. അയ്യേ, എന്തിനാ കുറുമ്പാ ഇത്ര ഒച്ചപ്പാടുണ്ടാക്കുന്നത്? അതൊരു മിന്നാമിന്നിയല്ലേ? കുഴിയൻ കണ്ണ് തിരുമ്മി ചോദിച്ചു. കുറുമ്പൻ ഞെട്ടി. മിന്നാമിന്നിയെന്നോ? അറിവില്ലാത്തവനെ, ഇതാണ് നഷ്ടപ്പെട്ട വെളിച്ചം. ഇത് നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ കാട് മുഴുവൻ ഇരുട്ടിലാകും. അവന്റെ ശബ്ദം ഒരു പ്രസംഗകനെപ്പോലെ ഉയർന്നു. ഇരുട്ടിലോ? പിന്നെ ഇതെന്താ, സൂര്യനാണോ? ഇന്നലെ രാത്രിയും മിന്നാമിന്നികളുണ്ടായിരുന്നു. ആരെങ്കിലും ഇരുട്ടിൽ പോയോ? കുഴിയൻ കോട്ടുവാ ഇട്ടുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് മുഖം മരത്തിൽ തിരികെ വെച്ച് കിടന്നു. കുറുമ്പന് ദേഷ്യം വന്നു. ഇവനെക്കൊണ്ട് തോറ്റു. രാഷ്ട്രീയക്കാർക്ക് പോലും ഇത്ര ഉറക്കമില്ല. നീ ഒരു നേതാവാകാൻ കൊള്ളില്ല കുഴിയ. നിനക്ക് ഈ വലിയ വിഷയം മനസ്സിലാകില്ല. ശരി, നീ പോയി വെളിച്ചം സംരക്ഷിച്ചോ. എനിക്ക് ഈ പ്രകാശമില്ലായ്മയെ നേരിടാൻ ഒരു മയക്കം കൂടിയേ തീരൂ. കുഴിയൻ കണ്ണടച്ചു പറഞ്ഞു. ഒരു ചായ വേണേൽ ഉണ്ടാക്കി വെച്ചേക്കണേ. കുറുമ്പൻ മിന്നാമിന്നിയുമായി പുഴക്കരയിലെ കല്ലിലിരുന്നു. ഈ കാടിന്റെ ഭാരം എന്റെ തോളിൽ. ഞാൻ ഇതിനെ എങ്ങനെ രക്ഷിക്കും? അവൻ ആത്മഗതം ചെയ്തു. സ്വന്തം ചുമതലയുടെ പേരിൽ അവൻ ആകെ വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് തേനീച്ചക്കൂട് അവൻ കണ്ടത്. ഒരു തേനീച്ച അതിനുള്ളിൽ തിരക്കിട്ട് കയറിപ്പോകുന്നു. ഓഹോ, അതാണ് വെളിച്ചം! ഒളിപ്പിച്ചുവെച്ച രഹസ്യാറ! ഒരു വിപ്ലവം തുടങ്ങേണ്ടിയിരിക്കുന്നു. കുറുമ്പൻ അവന്റെ നഷ്ടപ്പെട്ട വെളിച്ചത്തെ, മിന്നാമിന്നിയെ, തേനീച്ചക്കൂടിന്റെ നേരെ പിടിച്ച് ഒരു മുദ്രാവാക്യം വിളിച്ചു. വെളിച്ചം മോഷ്ടിച്ച കള്ളന്മാരെ, പുറത്തുവരൂ! ഇത് ഒരു സമരമാണ്. പെട്ടെന്ന് തേനീച്ചക്കൂട് തുറന്ന് ഒരു വലിയ തേനീച്ച പുറത്തുവന്നു. കുറുമ്പൻ നിലവിളിച്ച് ഓട്ടി. ഇത് വെളിച്ചമല്ല, വെറും ചൂടുള്ള ഈച്ചകളാണല്ലോ. കുഴിയൻ ചിരിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു.